ചൈനയും റഷ്യയും ചേർന്ന് ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. നാസയുടെ ആർട്ടിമിസ് ദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഈ സഹകരണത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കാനൊരുങ്ങുന്ന നാസയുടെ പദ്ധതിയാണ് ആർട്ടിമിസ്. അതേസമയം ഇതിനെ മറികടക്കുകയെന്ന ലക്ഷ്യത്തോടെ ബഹിരാകാശ രംഗത്തെ സഹകരണം പുനർനിർവചിക്കുകയാണ് ചൈനയും റഷ്യയും. റഷ്യയുമായി ചേർന്ന് രാജ്യാന്തര ചാന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. ഈ ഗവേഷണ കേന്ദ്രത്തിനായി ചന്ദ്രനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആണവ നിലയത്തിന്റെ പ്രാഥമിക രൂപരേഖയും ചൈന അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 17 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിലാണ് ദൌത്യത്തിന്റെ രൂപരേഖ ചീഫ് എഞ്ചിനീയർ അവതരിപ്പിച്ചത്. ചൈനയുമായി ചേർന്ന് 2035 മുൻപ് തന്നെ ആണവ നിലയം സ്ഥാപിക്കുമെന്ന് റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോസ്മോസും കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു. 2030 ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്നത് മാത്രമല്ല ചൈനയുടെ ലക്ഷ്യം. ഒപ്പം അവിടെ സ്ഥിരം താവളം സ്ഥാപിക്കാനുള്ള ചാങ്ങേറ്റ് ദൌത്യത്തിനും ചൈന തയ്യാറെടുക്കുന്നുണ്ട്. ഈ ദൌത്യം വിജയിക്കുകയാണെങ്കിൽ ചന്ദ്രനിൽ സ്ഥിരമായ ഒരു മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയും ഇടം പിടിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.